യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ ഈ ദിവസം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇന്നേ ദിവസം അത്ഭുതകരമായ വിധത്തിൽ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ്. ഇന്ന് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നത് സാജു എന്ന സഹോദരനാണ്. നമ്മുടെ ആലയത്തിൽ ഇന്നുവരെ ലഭിച്ച എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുവാണ്. അത് നിങ്ങളിലൊരു വിടുതലാകാൻ, നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ മറുപടിയായത് മാറാൻ, അതിനുവേണ്ടിയാണ് ഓരോ ദിവസവും ഉപവാസത്തോടെ ഞങ്ങളിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നത്. ആ വ്യക്തിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി എല്ലാം ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നൊരുപാട് സന്തോഷത്തോടെ ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വലിയ നന്മകൾ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഇന്നേ ദിവസം കഴിയണം. അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ പലരുമുണ്ട്. അവരെല്ലാവരെയും വളരെ വളരെ സ്നേഹത്തോടെ പ്രാർത്ഥനയിൽ ചേർത്തു നിർത്തുന്നു. എല്ലാവരെയും ഒരു പ്രാവശ്യമെങ്കിലും ഈ വചനം കേട്ടിട്ടുള്ളവരെ മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും ആയിരിക്കാം. സന്തോഷത്തോടെ, സമാധാനത്തോടെ, തികഞ്ഞ പ്രത്യാശയോടെ നമുക്കായിരിക്കാം. നമ്മുടെ ജീവിതത്തിനും ജീവനും എല്ലാം വേണ്ടത് സ്വർഗത്തിലെ ദൈവം പ്രദാനം ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 29-30 വാക്യങ്ങൾ യാക്കോബിൻ്റെ സംസാരമാണ്. യാക്കോബ് അവനോട് പറഞ്ഞു, അതായത് ലാബാനോട് പറഞ്ഞു, ഞാൻ എപ്രകാരം അങ്ങയ്ക്ക് വേണ്ടി ജോലി ചെയ്തെന്നും എൻ്റെ മേൽനോട്ടത്തിൽ അങ്ങയുടെ ആടുമാടുകൾ എത്ര പെരുകിയെന്നും അങ്ങയ്ക്കറിയാമല്ലോ. 30-ാമത്തെ വാക്യം, ഞാൻ വരുന്നതിന് മുൻപ് വളരെ കുറച്ച് ആടുകളെ അങ്ങയ്ക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവ വളരെ പെരുകിയിരിക്കുന്നു. ഞാൻ പോയിടത്തെല്ലാം കർത്താവ് അങ്ങയെ കടാക്ഷിച്ചിരിക്കുന്നു. അതായത് യാക്കോബ് ആരാണ്? യാക്കോബ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം മേടിച്ച ഒരാളാണ്. യാക്കോബ് പറഞ്ഞിട്ടുണ്ട്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ അങ്ങേ പിരിഞ്ഞു പോകത്തില്ല. അനുഗ്രഹം മേടിച്ചെടുത്ത ഒരാളാണ് ദൈവത്തിൽ നിന്ന്. അതിൻ്റെ ഒരു പ്രത്യേകത, അനുഗ്രഹമുള്ള ആളുകൾ എവിടെ ചെല്ലുമ്പോഴും ആ വ്യക്തിയെ പ്രതി ആ സ്ഥലവും ആ വീടും അനുഗ്രഹിക്കപ്പെടുന്നു. അനുഗ്രഹം പകരപ്പെടുന്ന ഒന്നാണ്. യാക്കോബ് കൃത്യം പറയുന്നുണ്ട്, ഞാൻ വരുന്നതിന് മുമ്പ് അങ്ങേക്ക് വളരെ കുറച്ചേ ആടുകൾ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ യാക്കോബ് വന്നതിന് ശേഷം അവ ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു. കർത്താവ് എന്നെ കടാക്ഷിച്ചിരിക്കുന്നു. അനുഗ്രഹം ഉള്ള ഒരു വ്യക്തിയിലൂടെ ആ വീട് അനുഗ്രഹിക്കപ്പെടും. അവരുടെ വസ്തുവകകളിൽ അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അവരുടെ വരുമാന മാർഗങ്ങളിൽ അനുഗ്രഹം ഉണ്ടാവും. ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ അല്ലെങ്കിൽ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവത്തെ വിളിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, നിങ്ങൾ ഇന്നലകളിൽ ഉള്ളതിനേക്കാൾ കുറെ കൂടി അനുഗ്രഹമുള്ള ഒരാളായാണ് മാറുന്നത്. കാരണം ഈ കേൾക്കുന്ന വചനം നിങ്ങൾ പോലും അറിയാതെ ഈ അന്തരീക്ഷത്തിലും നിങ്ങളുടെ ശരീരത്തിലും അലിഞ്ഞു ചേരുന്നുണ്ട്. നിങ്ങളിൽ അത് ലയിച്ചു ചേരുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്പം ഉപ്പോ പഞ്ചസാരയോ ഇട്ട് ഇളക്കിയാൽ പിന്നീട് ആ പഞ്ചസാര തരികൾ കാണില്ല, ഉപ്പ് തരികൾ കാണില്ല, അത് ലയിച്ചു. ഇതുപോലെ ഈ വചനം നിങ്ങളിൽ പഞ്ചസാര പോലെ, ഉപ്പ് പോലെ ലയിച്ചു ചേരുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ അത് ലയിച്ചു ചേരുന്നുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ അത് ലയിച്ചു ചേരുന്നുണ്ട്.
അത് നിങ്ങളെ അനുഗ്രഹമുള്ളവരാക്കി മാറ്റും. യാക്കോബ് ഒരനുഗ്രഹം മേടിച്ച് ലാബാൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വ്യക്തി അനുഗ്രഹമുള്ള വ്യക്തിയെ പ്രതി ആ വീടും അവരുടെ സമ്പത്തും വരുമാനമാർഗവും എല്ലാം വളരെയേറെ അനുഗ്രഹിക്കപ്പെടുന്നു. ഇതിലൊത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനും പഠിക്കാനും ഉണ്ട്. നിങ്ങളിലൂടെ വേണം നിങ്ങളുടെ വീട് നാളുകളിൽ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കപ്പെട്ടു വരാൻ. നിങ്ങളെ പ്രതി ദൈവം നിങ്ങളുടെ വീടിനെ അനുഗ്രഹിക്കണം. ഒരു പക്ഷേ നിങ്ങൾ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പലരും വിമർശിക്കും, പലരും കളിയാക്കും, കുറ്റപ്പെടുത്തും. പ്രാർത്ഥിച്ചിട്ടൊക്കെ എന്ത് തനിക്ക് കിട്ടി എന്ന് ചിന്തിക്കുന്നവരും പറയുന്നവരും കാണും. വീട്ടിലുള്ളവർ തന്നെ നമുക്കെതിരാവും, എതിരാകുന്ന സാഹചര്യങ്ങളുമുണ്ട്. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ പ്രതി എൻ്റെ വീടിനെ, എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ മക്കളെ, എൻ്റെ ഈ ദേശത്തെ, എൻ്റെ ഈ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. നിങ്ങളെ പ്രതി ഒരനുഗ്രഹം അവിടെ ഉണ്ടാവും. കാരണം നിങ്ങളൊരനുഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് അനുഗ്രഹമുള്ളവരായി മാറാൻ തുടങ്ങും. നിങ്ങളെ പ്രതി നിങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ആ അനുഗ്രഹം അനേകരുടെ ജീവിതത്തിന് അത് വിടുതലായി മാറും. ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വളരെ കുറച്ചേ എല്ലാം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ സാഹചര്യം മാറി, സ്ഥിതി മാറി, എണ്ണം മാറി, ഒത്തിരി വർദ്ധിച്ചിരിക്കുന്നു. ഉടനെ ലാഭാൻ പറയുന്നൊന്നുമില്ല, അതൊന്നും അങ്ങനല്ല, തന്നെ അതായതാണ്, നിന്നെ ഓർത്തിട്ടൊന്നുമല്ല. ലാബാന് പോലും അറിയാം യാക്കോബ് ഒരു അനുഗ്രഹമുള്ള ആളാണ്. യാക്കോബിനെ പ്രതിയാ ഈ അനുഗ്രഹമെല്ലാം കയറി വന്നേന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതു പ്രായത്തിലുള്ള ആളായിക്കോട്ടെ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ വയസ്സ്, പ്രായം ഒന്നും എനിക്കറിയില്ല, നിങ്ങൾ ഏത് വയസ്സായിക്കൊള്ളു നിങ്ങളുടേത്, നിങ്ങളെ പ്രതി, വചനം കേൾക്കുന്ന നിങ്ങളെ പ്രതി, ആരാധിക്കുന്ന നിങ്ങളെ പ്രതി, പ്രാർത്ഥിക്കുന്ന നിങ്ങളെ പ്രതി നാളുകളിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുന്ന നന്മകൾ ഉണ്ടാകട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, വിടുതലുകൾ ഉണ്ടാകട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നിങ്ങളെ പ്രതി, യാക്കോബിനെ പ്രതി ലാബാനെ ദൈവം അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇതുപോലെ വചനം കേൾക്കുന്ന ഒരു വീട്ടിലെ ഒരാളായിരിക്കും നിങ്ങൾ. ചിലപ്പോൾ പാത്തും പതുങ്ങിയും ആരും കാണാതെയും കേൾക്കാതെയും ഒക്കെ ആയിരിക്കും കേൾക്കുന്നത്. നിങ്ങളെ പ്രതി ഒരു വിടുതൽ ആ വീട്ടിൽ വെളിപ്പെടട്ടെ. നിങ്ങളെ പ്രതി ഒരു നന്മ ആ മക്കളിൽ വെളിപ്പെടട്ടെ. നിങ്ങളെ പ്രതി ആ വീട് വിശുദ്ധീകരിക്കപ്പെടട്ടെ. നിങ്ങളെ പ്രതി ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിലുള്ള സകല തടസ്സങ്ങളും മാറ്റട്ടെ. ഒത്തിരി നന്മകൾ ഉണ്ടാകട്ടെ. ഇന്ന് നിങ്ങൾ യേശുവിൻ്റെ ആശീർവാദം വചനത്തിലൂടെ നൽകുകയാണ്. മാർച്ച് മാസം, ഈ മാസം 12 മുതൽ 21 വരെ ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയാണ്. ഈ 50 നോമ്പിൻ്റെ ഇടയിലുള്ള 10 ദിവസം. ഈ ദിവസത്തിനകത്ത് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നത്, ആ ഉപവാസത്തെ പ്രതി ദൈവം ചില വലിയ കാര്യങ്ങൾ നിങ്ങളിൽ ചെയ്യും, വലിയ അടയാളങ്ങൾ ചെയ്യും, അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഞാനത് പഠിച്ചിട്ടുണ്ട്. ഉപവാസത്തോടെ നിയോഗ പ്രാർത്ഥന നടത്തിയപ്പോഴാണ് അത്ഭുതങ്ങളുടെ എണ്ണം വർദ്ധിച്ചത്, അടയാളങ്ങളുടെ എണ്ണം വർദ്ധിച്ചത്, സൗഖ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചത്, തടസ്സം മാറിയതിൻ്റെ എണ്ണം വർദ്ധിച്ചത്. സാധ്യമായ എല്ലാവരോടും പറയുക, നമുക്ക് യേശുവിൻ്റെ ആശീർവാദത്തെ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ആദ്യ വെള്ളിയാഴ്ച വചനം കേട്ട നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ആലയത്തിൽ വചനം കേൾക്കാൻ ഒരുങ്ങി വന്നിട്ടുള്ളവർ, ഇന്നലകളിലും ഇന്നുമായി എത്തുന്നവർ, വന്നുകൊണ്ടിരിക്കുന്നവർ, സമീപത്തുള്ളവരാകാം ദൂരെയുള്ളവരാകാം, ഒരുപോലെ കാണുന്നു. നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി ഈ വചനം പല ദേശങ്ങളിലിരുന്ന് കാണുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ വലിയവനായ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം തരട്ടെ. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകട്ടെ.
യേശുവിൻ്റെ നാമത്തിൽ, അതിപരിശുദ്ധമായ നാമത്തിൽ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ 5:30 കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നിങ്ങളെയും എന്നെയും ഉള്ളംകൈയിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ. ആമേൻ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ യാചന കേൾക്കണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ യാചന കേൾക്കണമേ. യേശുവിന്റെ അമ്മയാകുവാൻ അനാദികാലം മുൻപേ പിതാവായ ദൈവം തെരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ പ്രത്യേകമായി യാചിക്കുന്നു. യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥമേ